സംസ്ഥാന ബജറ്റിൽ ഇക്കുറി കോളടിച്ചത് കൊല്ലം ജില്ലയ്ക്ക്. ഏറ്റവും സുപ്രധാന തീരുമാനമായ വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ ത്രികോണ ഇടനാഴി മുതൽ 2 IT പാർക്കുകൾ വരെ ബജറ്റിൽ കൊല്ലം നിറഞ്ഞു നിന്നു. ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കിയാൽ അത് കൊല്ലം ജില്ലയ്ക്കുണ്ടാക്കുന്ന കുതിപ്പ് ചെറുതായിരിക്കില്ല. ബജറ്റ് അവതരണത്തിൽ ആദ്യവസാനം നിറഞ്ഞു നിന്നത് കൊല്ലം ജില്ല. ആദ്യം വന്നത് വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വ്യാവസായിക ഇടനാഴിയുടെ പ്രഖ്യാപനം. സംസ്ഥാനത്തെ ഗതാഗത ഇടനാഴികൾ ശക്തമാക്കാൻ പദ്ധതി ഉപകരിക്കുമെന്ന് ധനമന്ത്രി. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വളർച്ചാ ത്രികോണം VKPGT എന്ന പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. NH 66, പുതിയ ഗ്രീൻഫീൽഡ് NH 744, നിലവിലുള്ള കൊല്ലം കൊട്ടാരക്കര ചെങ്കോട്ട NH 744, MC റോഡ്, മലയോര തീരദേശ ഹൈവേകൾ, തിരുവനന്തപുരം കൊല്ലം റെയിൽപാത, കൊല്ലം ചെങ്കോട്ട റെയിൽപാത എന്നിങ്ങനെ നമ്മുടെ പ്രധാന ഗതാഗത ഇടനാഴികൾ ശക്തിപ്പെടുത്തുന്നതിന് ഈ പദ്ധതി കാരണമാവും. പിന്നാലെ 2 IT പാർക്കുകൾ വന്നു. ഒന്ന് കിഫ്ബിയുടെയും കിൻഫ്രയുടെയും സഹകരണത്തോടെ കൊല്ലം നഗരത്തിലെ കോർപ്പറേഷൻ ഭൂമിയിൽ, മറ്റൊന്ന് 97,370 ചതുരശ്ര അടി വലിപ്പത്തിൽ മന്ത്രിയുടെ സ്വന്തം കൊട്ടാരക്കരയിൽ. കൊല്ലം കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി പ്രയോജനപ്പെടുത്തി കൊല്ലം നഗരത്തിൽ ഒരു IT പാർക്ക് സ്ഥാപിക്കും. കൊട്ടാരക്കരയിലെ രവിനഗറിൽ സ്ഥിതി ചെയ്യുന്ന കല്ലട ജലസേചന പദ്ധതി ക്യാമ്പസിലെ ഭൂമിയിൽ ഒരു IT പാർക്ക് സ്ഥാപിക്കും. കഴിഞ്ഞില്ല, ഇനിയുമുണ്ട് കൊല്ലത്തിന്റെ കീശയിൽ. കൊല്ലത്തിന്റെ സ്വന്തം സർവകലാശാലയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയ്ക്ക് ഭൂമി വാങ്ങി കെട്ടിടം പണിയാൻ 30 കോടി നീക്കിവെച്ചിട്ടുണ്ട്. ഭക്ഷ്യപാർക്കിനായി 5 കോടി, ശാസ്താംകോട്ടെ വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ 1 കോടി. ഇങ്ങനെ നീളുന്നു കണക്ക്. ഹിസ്റ്ററി മാരിടൈം മ്യൂസിയത്തിനും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിനും 5 കോടി വീതം ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ തീരദേശ ഹൈവേ, സീപ്ലൈൻ പദ്ധതി എന്നിവയുടെ പ്രയോജനങ്ങളും കൊല്ലത്തിന് ലഭിക്കും. കശുവണ്ടി, കയർ മേഖലയ്ക്കുള്ള പദ്ധതികളും ഗുണം ചെയ്യുക കൊല്ലത്തിന് തന്നെ. മീഡിയ 1, തിരുവനന്തപുരം.